നമസ്കാരം. മീഡിയ വൺ കോൾ സെന്ററിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കോൾ സെന്റർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വ്യതിയാനങ്ങൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമുക്കറിയാം, ഇന്ന് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ മാനസിക സംഘർഷങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരികയാണ്. മുതിർന്നവരിൽ തൊഴിലിടങ്ങളിലെ മാനസിക സമ്മർദ്ദം, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയതാകാം കാരണങ്ങളായിട്ട് വരുന്നത്. പക്ഷേ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നോ മറ്റ് സാഹചര്യങ്ങളിൽ നിന്നോ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയാകാം. ഇതെല്ലാം മാനസികമായ പിരിമുറുക്കത്തിലേക്കും പെരുമാറ്റ വ്യതിയാനങ്ങളിലേക്കും കൊണ്ടെത്തിക്കും. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം. ഇതിനെക്കുറിച്ചെല്ലാം വിശദമാക്കാൻ കോഴിക്കോട് ഇഖ്ര ആശുപത്രിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ വസീൽ മുണ്ടോളി ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾ ഇനി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ മുതൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, നമ്മൾ ഈ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അത് ഇപ്പം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പം എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്? ഒപ്പം തന്നെ ഇത് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കുമോ? വ്യക്തിത്വ വ്യതിചലനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു അച്ചുതണ്ടാണ് ഈ വ്യക്തിത്വം എന്നുള്ളത്, പേഴ്സണാലിറ്റി എന്നുള്ളത്. അതൊരു പാറ്റേൺ ഓഫ് തിങ്കിങ് ആൻഡ് ബിഹേവിയർ, ഒരു ചിന്താ മണ്ഡലത്തിലുണ്ടാകുന്ന ഒരു വളർച്ചയും അതുപോലെ അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ഒരു വളർച്ചയും ഉണ്ടാകുന്ന വ്യതിചലനങ്ങളെയാണ് വ്യക്തിത്വ വൈകല്യങ്ങൾ, വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റി നമുക്ക് ക്ലസ്റ്റർ, അത് സൈക്യാട്രിയിൽ അതിന് ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ക്ലസ്റ്റർ എക്ക് ഒരു പൊതുവായ സ്വഭാവമുള്ളത് അതൊരു ഓഡ് ആൻഡ് എക്സെൻട്രിക്, അത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സംശയം ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഈ ക്ലസ്റ്റർ എയിൽ വരുന്നത്. ക്ലസ്റ്റർ ബി എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ വിരുദ്ധ രീതിയിലുള്ള സ്വഭാവ പ്രകടനങ്ങൾ നടത്തുന്ന ആളുകൾ എന്ന് പറയാം. അല്ലെങ്കിൽ വികാരങ്ങളെല്ലാം നിയന്ത്രണാതീതമായി പ്രകടിപ്പിക്കുന്ന ആളുകൾ, ദേഷ്യമാണെങ്കിലും അമിതമായി പ്രകടിപ്പിക്കുന്ന ആളുകൾ. അപ്പം അതാണ് ക്ലസ്റ്റർ ബിയിൽ പെടുന്നത്. ക്ലസ്റ്റർ സിയിൽ പെടുന്നത് കൂടുതലും ഒരു ആങ്സൈറ്റി, ഉത്കണ്ഠ കൂടുതലുള്ള ടൈപ്പ് ആളുകളെയാണ്. അപ്പം ഈ ക്ലസ്റ്റർ എയിൽ 3 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ക്ലസ്റ്റർ ബിയിൽ 4 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ക്ലസ്റ്റർ സിയിൽ വീണ്ടും 3 പേഴ്സണാലിറ്റി ഡിസോർഡറുകളാണ് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക ഈ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരിക്കും. ഒരുപക്ഷെ അതായിരിക്കും നമ്മൾ കൂടുതൽ അറിയുന്നുണ്ടാവുക. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, 3 കാറ്റഗറി ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷേ ഈ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അത് ഈ പറയുന്ന ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? അതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് കൂടി. ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റിയിലാണ് വരുന്നത്. അപ്പം ഈ ബോർഡർലൈൻ പേഴ്സണാലിറ്റിയുടെ ലക്ഷണങ്ങൾ അത് ചെറുപ്പകാലത്ത് തന്നെ ഒരു അഡോളസൻ്റ് ഏജ് തൊട്ട്, കൗമാരപ്രായം തൊട്ട് ചിലപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയേക്കാം. ഒരു 18 ശേഷമായിരിക്കാം ഈ ഉറച്ച രീതിയിലുള്ള ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. കുട്ടികളിൽ അതിൽ കണ്ടുവരുന്നത് ഒരു ദേഷ്യം പ്രകടനം, അതുപോലെ അവരുടെ ഇമോഷണൽ എക്സ്പ്രഷനിലൊക്കെ ഉണ്ടാവുന്ന അമിതമായ ദേഷ്യപ്രകടനം, അമിതമായ സങ്കടം, അതുപോലെയൊക്കെ ആയിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. അല്ലെങ്കിൽ സ്വയത്തെ പറ്റിയുള്ള വിചാരങ്ങളുണ്ടാകുന്ന, സ്വന്തത്തെ പറ്റിയുള്ള വിചാരങ്ങൾ, അത് ഞാൻ ഒന്നിനും പോരാ, ഞാൻ ഒന്നിനും കഴിവില്ലാത്ത ആളാണ്, എനിക്കാരുമില്ല, അങ്ങനെയുള്ള തോന്നലുകൾ ഈ വികാരനിർഭരരാകുമ്പോൾ ഇത്തരം ചിന്തകൾ അവർക്ക് വരുന്നതാണ് കുട്ടികളിലൊക്കെ കാണുന്നത്. ഓക്കെ ഡോക്ടർ, ഒന്ന് ഇടപെടുകയാണ്. നമുക്കൊരു കോളർ ഉണ്ട്. ഇബ്രാഹിം കുട്ടിയാണ്, പുനലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഇബ്രാഹിം കുട്ടി, ചോദിക്കാം. യെസ്, കോള് ഡ്രോപ്പ് ആയി എന്നാണ് തോന്നുന്നത്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കുട്ടികളിലെ ഈ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചായിരുന്നു. അത് തുടരാം. കുട്ടികളിൽ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയില്ല, അതിൻ്റെ ട്രെയ്റ്റുകൾ എന്ന് പറയും, അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. അപ്പം പക്ഷേ അത് മുതിർന്നവരിൽ വരുമ്പോൾ അത് ചിലപ്പോൾ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, 18 വയസ്സിന് ശേഷമാണ് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ഒരു കാറ്റഗറി ഉപയോഗിക്കുന്നത്. മുതിർന്നവരിൽ അവർ കാണുന്നത് ഒരു വികാരത്തിൽ പ്രകടനത്തിലുണ്ടാകുന്ന ഇൻസ്റ്റബിലിറ്റി, അതുപോലെ ഇൻ്റർപേഴ്സണൽ മറ്റുള്ളവരുണ്ടാകുന്ന ബന്ധത്തിലുണ്ടാകുന്ന ഇൻസ്റ്റബിലിറ്റി, ഇതൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അതായത് ആടി ഉലയുന്ന വ്യക്തിബന്ധങ്ങൾ. അപ്പം ഈ അമിതമായ വികാര പ്രകടനം കൊണ്ടും മറ്റും അവരുടെ ബന്ധങ്ങൾ ഒരിക്കലും സ്ഥായിയായി നിലനിന്ന് പോവില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അവർക്ക് ചില ആളുകളോട് അമിതമായ ഇഷ്ടം കാണിക്കും, ചിലപ്പോൾ ചില ആളുകളോട് അമിതമായ ഒരു ദേഷ്യമായിരിക്കും കാണിക്കുക. ഒരാൾ 100% ഓക്കെ അല്ലെങ്കിൽ 100% നോട്ട് ഓക്കെ എന്നുള്ള ഒരു എക്സ്ട്രീം ഓഫ് വാലുവേഷൻ ആൻഡ് ഡീവാലുവേഷൻ,
എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ അവർക്ക് സെൽഫ് കോഗ്നീഷൻ, സ്വന്തത്തെ പറ്റിയുള്ള വിചാരത്തിൽ അവർക്ക് കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് കാരണം എനിക്കാരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല, അങ്ങനെയുള്ള തോന്നലുകൾ അവരെ എപ്പോഴും അവർ ഫീലിംഗ് ഓഫ് എംപ്റ്റീനെസ്, ഉള്ളിലൊരു ശൂന്യത അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ അപകടകരമായ ചില സ്വഭാവങ്ങളുണ്ട്. ഇമ്പൾസിവിറ്റി എന്ന് പറയും, എടുത്തു ചാടിയിട്ടുള്ള ചില കാര്യങ്ങൾ. അത് ഇമ്പൾസിവിറ്റി ഇൻ സെക്സ് ആവാം, ഇമ്പൾസിവിറ്റി ഇൻ സ്പെൻഡിങ് ആവാം, ഇമ്പൾസിവിറ്റി ഇൻ സൂയിസൈഡ് ആവാം. സൂയിസൈഡ് എന്ന് വെച്ചാൽ സ്വയം സൂയിസൈഡലായിട്ടുള്ള, സ്വയം വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവ പ്രകടനങ്ങൾ, അതുപോലെ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുന്നതാവാം. ഇതൊക്കെയാണ് അവരുടെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു കോളറിലേക്ക് കടക്കാം. ഇബ്രാഹിം കുട്ടിയാണ് വിളിക്കുന്നത് പുനലൂരിൽ നിന്ന്. ഇബ്രാഹിം കുട്ടി, എന്താണ് സംശയം എന്നുള്ളത് ഡോക്ടറോട് ചോദിക്കും. നമ്മുടെ മകനെ, ഹലോ, പറഞ്ഞോളൂ. നമ്മുടെ മകന് ഇച്ചിരി വിഷയമാണ്. നമ്മുടെ മകന് ഇച്ചിരി മാനസിക പ്രശ്നമാണ്, ഒത്തിരി നാളുണ്ട്. ഓക്കെ, എന്താണ് ബുദ്ധിമുട്ടുള്ളത്? ബുദ്ധിമുട്ടെന്ന് പറയാൻ അവന് 10-15 വർഷം കൊണ്ട് ദേഷ്യമാണ്, ഭയങ്കര ഇറങ്ങി നടക്കുവാണ്, വീട്ടിൽ പ്രശ്നമാണ്. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ? ഡോക്ടറെ കാണിച്ചിട്ട് ഇവൻ മരുന്ന് കഴിക്കുന്നില്ല. ഓക്കെ, മരുന്ന് കഴിക്കുന്ന രീതിയിലുള്ള അസുഖമാണെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇവ മരുന്ന് കഴിക്കത്തില്ല, വെയിൽ കൊണ്ടങ്ങ് നടക്കുക, വീട്ടിലെ പ്രശ്നങ്ങള്. ഓക്കെ, എന്തൊക്കെ ലക്ഷണങ്ങളായി? ദേഷ്യമല്ലാതെ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? ദേഷ്യമുണ്ട്, ചീത്തവിളിയുണ്ട്, നമ്മളെ കൊല്ലാൻ വരുക, സംശയങ്ങള്, മറ്റുള്ളവരെ എനിക്കെതിരെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള സംശയങ്ങളുണ്ടോ? അത് തന്നെ അയാൾ അല്ലാഹു നോക്കിക്കോളൂ എന്നൊക്കെയാ പറയുന്നത്. ഓക്കെ, ചില സമയത്ത് മാത്രമേ ഇത് ഉള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ? ഇവൻ ഇറങ്ങി അങ്ങ് നടക്കണം, മൊത്തത്തിൽ നടന്നങ്ങ് പോവാ, വെയിലും കൊണ്ട് വാടിക്കരി, ആഹാരമൊന്നും വേണ്ട. അപ്പോൾ ഇത് മരുന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് മരുന്ന് കഴിക്കേണ്ട രീതിയിലുള്ള ഒരു അസുഖം തന്നെ, സൈക്കോട്ടിക് ഗണത്തിൽപ്പെടുന്ന രോഗം തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ മരുന്ന് കൃത്യമായി എത്തിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ഘടകമാണ്. പക്ഷേ രോഗിയെ അതിനെ സമ്മതിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീട്ടുകാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഈ മരുന്ന് കഴിക്കുന്നതിന്. അപ്പോൾ അവരുടെ സമ്മതത്തോടു കൂടി അവരെ മരുന്ന് കഴിപ്പിക്കുന്ന, അതായത് അവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരിക്കും ഇത്തരം രോഗികൾ, അതായത് അത്തരത്തിലുള്ള ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട്, സൈക്യാട്രിസ്റ്റുമാരുടെ അടുത്തോ കൊണ്ടുപോയിട്ട് അവരോട് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ അവർ പറയട്ടെ. നമ്മൾ എല്ലാം അവിടെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം വരുമ്പോഴാണ് മിക്ക ആളുകളും മരുന്ന് കഴിക്കാതിരിക്കുന്നത്. അപ്പം നമുക്ക് അവരെ, ഓക്കെ, മനസ്സിലായില്ലേ? ശരി. യെസ്, നമുക്കൊരു കോളർ കൂടി ഉണ്ട്. ഹമീദാബിയാണ്, ലക്ഷദ്വീപിൽ നിന്നാണ് വിളിക്കുന്നത്. സംസാരിക്കാം. ഹലോ. ഹലോ, പറഞ്ഞോളൂ. മോന് ഇപ്പൊ ഭയങ്കര കല്യാണം കഴിച്ചതാണ്, ഭാര്യക്കൊരു കുട്ടിയുണ്ട്. ഇപ്പൊ ഒരു ഭയങ്കര സംശയത്തിന്റെ തീരിലാണ്. ഭാര്യനെ സംശയമാണോ? ഭാര്യന് സംശയമാണ്. അടിസ്ഥാനരഹിതമായിട്ടുള്ള സംശയങ്ങളാണ് കാണിക്കുന്നത് അല്ലേ? പുള്ളി അങ്ങനത്തെ കാര്യമല്ല. അതെ. അപ്പൊ അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? മറ്റുള്ളവരെയും ഇതുപോലെ സംശയിക്കുക, അതുപോലെ മറ്റുള്ളവരെ എനിക്കെതിരെ ഗൂഢോത്രം ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അവരെന്നെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ വകവരുത്താൻ നോക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക, അത്തരം വേറെ സംശയങ്ങളുണ്ടോ? അങ്ങനെ ഒരു സംശയമില്ല. വെറും ഈ ദേശീയ അരിശം ഭയങ്കര വാശിയാണ്. ലഹരി ഉപയോഗം ഉണ്ടോ? അതുണ്ട്. എന്താണ് ലഹരി ഉപയോഗിക്കുന്നത്? എന്ത് ലഹരിയാണ് ഉപയോഗിക്കുന്നത്? എന്താണെന്നറിയില്ല, കള്ള് കുടിക്കും, കഞ്ചാവ് അടിക്കും. ഓക്കെ, അപ്പം ലഹരി ഉപയോഗമുള്ളവരിൽ ചിലപ്പോൾ ഭാര്യയെ സംശയിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങൾ ചിലപ്പോൾ കാണാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒതല്ലോ സിൻഡ്രം എന്ന് അതിന് പറയാം. അതുപോലെ തന്നെ ഈ കള്ളുകൊക്കെ കുടിക്കുന്ന ആളുകളിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. അതല്ലെങ്കിൽ സംശയരോഗം എന്നുള്ള, ലഹരി ഉപയോഗം ഇല്ലാത്ത സന്ദർഭങ്ങളിലും സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് അടിസ്ഥാനരഹിതമാണ് എങ്കിൽ സംശയരോഗം എന്നുള്ള ഗണത്തിൽപ്പെടുന്ന ധാരാളം അസുഖങ്ങളുണ്ട്. ഡെലൂഷണൽ ഡിസോർഡർ, അതുപോലെ തന്നെ വ്യക്തിത്വ വൈകല്യങ്ങളിൽ പാരനോയിഡ് പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്ന, അതായത് സംശയരോഗ വ്യക്തിത്വം എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിത്വം കാണിക്കുന്നവരും ഇത്തരത്തിൽ തന്നെ സ്വന്തം സ്പൗസിനെ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ സംശയിക്കുന്ന ഒരു ലക്ഷണങ്ങൾ കാണാറുണ്ട്. അത് വളരെ നേരത്തെ തന്നെ ചികിത്സ നേടുകയും അല്ലെങ്കിൽ ചികിത്സിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരുടെ ബന്ധത്തെ അത് കാര്യമായി ബാധിക്കുകയും ചിലപ്പോൾ ഡിവോഴ്സ് അല്ലെങ്കിൽ മർദ്ദനം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിലോട്ടൊക്കെ ചിലപ്പോൾ എത്തിപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ വളരെ നേരം
പ്രതിവിധി ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണിക്കുക, എന്നിട്ട് അവൻ്റെ സമ്മതത്തോടു കൂടി തന്നെ അവനോട് സംസാരിക്കുക. ആദ്യം എന്താണ് അവൻ്റെ പ്രശ്നം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക, എന്താണ് രോഗനിർണയം നടത്തുക. പല രോഗങ്ങൾക്കും സംശയങ്ങൾ കാണാറുണ്ട്. ആ രോഗത്തിനനുസരിച്ചുള്ള ചികിത്സ അയാൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പം ഈ മദ്യപാനമാണ് അവരുടെ പ്രശ്നമെങ്കിൽ മദ്യപാനത്തിനുള്ള ചികിത്സ കൊടുക്കുക, സംശയരോഗമാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെങ്കിൽ സംശയരോഗത്തിനുള്ള ചികിത്സ കൊടുക്കുക. അതുപോലെ ഞാൻ ഇക്ര ഹോസ്പിറ്റൽ കോഴിക്കോട് നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ലക്ഷദ്വീപിൽ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണെന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. നിങ്ങൾക്ക് അവിടെ തന്നെയുള്ള അടുത്തുള്ളൊരു സൈക്യാട്രിസ്റ്റിനെ, ഗവൺമെൻറ് സർവീസ് ഇതിൽ വരുന്ന സൈക്യാട്രിസ്റ്റുമാരുണ്ടാവും, അവരെ കാണിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം അതാണ് നമുക്ക് വീണ്ടും വീണ്ടും കാണിക്കാനൊക്കെ എളുപ്പം. അതാണ് അതാ ഞാൻ ടിവിയിലൂടെ കണ്ടപ്പോഴാണ് വിളിച്ചത്. മോനിപ്പൊ കുറെ ഒരു 3-4 ദിവസം കൊണ്ട് മനോടും ഉപ്പാനോടും മിണ്ടുന്നില്ല, ഭാര്യയോട് ഭയങ്കര കറുപ്പ്. ശരി ഹമീദാബി, എത്രയും പെട്ടെന്ന് മകനെ ഒരു വൈദ്യ സഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ കൂടിയുണ്ട്. വണ്ടൂരിൽ നിന്ന് ലത്തീഫാണ് വിളിക്കുന്നത്. ലത്തീഫ്, എന്താണ് സംശയം? ഡോക്ടറോട് ചോദിക്കാം. ലത്തീഫ്, സംസാരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഡോക്ടറോട് സംസാരിക്കാം, എങ്കിൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും. പറയൂ ലത്തീഫ്. ഞാൻ അബ്ദുൽ ലത്തീഫ് വണ്ടൂർ. ഓക്കെ, മലപ്പുറം ഡിസ്ട്രിക്ട്. ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. എന്റെ പേര് അബ്ദുൽ ലത്തീഫ്. എനിക്ക് 27 വയസ്സായ മോനുണ്ട്. ഓക്കെ. അയാള് വീട്ടുകാരെന്ത് പറഞ്ഞാലും അനുസരിക്കൂല, ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞാലും അനുസരിക്കും. പിന്നെ അതുപോലെ ചെറിയ കുട്ടികളെ മാതിരി അത് ജോലി ചെയ്യുന്നതിന് ഒരു മടിയില്ല, ഒന്നുമില്ല. പക്ഷെ വീട്ടുകാരെന്ത് പറഞ്ഞാലും അയാൾക്ക് ഭയങ്കര സംശയം. എന്നെ ഉപദേശിക്കാൻ അങ്ങോട്ട് ഉപദേശിക്കുന്നവരാണ് ഏറ്റവും ഉപദേശം. ഓക്കെ, ഉപദേശം ഇഷ്ടമല്ല. ആര് ഉപദേശിച്ചാലും അയാളോട് വെറുപ്പ് അയാൾക്ക്. ഓക്കെ, അതല്ലാതെ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ട്? ദേഷ്യപ്രകടനം ഭയങ്കരമായിട്ട് കാണിക്കും? പുള്ളിയോട് എന്ത് പറഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യമാണ്. അതുപോലെ വേറെ എന്തെങ്കിലും വ്യക്തി ബന്ധങ്ങൾ ആടിയുലയുന്ന രീതിയിലുള്ള സ്വഭാവങ്ങളുണ്ട്? അതായത് ചില ആളുകളോട് കുറച്ച് സമയം നല്ല രീതിയിലായിരിക്കും, പിന്നെ അവരോട് ഭയങ്കര തെറ്റിലായിരിക്കും, അങ്ങനെയുണ്ടോ? അല്ല, പുള്ളിക്ക് ഇഷ്ടം ഫ്രണ്ട്സാണ്. അത് എണ്ണപ്പെട്ട ഫ്രണ്ട്സുകൾ. അവരാണെങ്കിലും ഇവനെ ചൂഷണം ചെയ്യുന്ന ടീമാണ്. അത് എങ്ങനെ വെച്ചാൽ ഇവനെ നല്ലത് ഉപദേശിക്കൂല. അങ്ങനെ ലഹരി ഉപയോഗം അങ്ങനെ എന്തെങ്കിലും? ഇല്ലല്ല, അങ്ങനത്തെ സിഗരറ്റ് വലിയും മദ്യപാനം അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ. ഈ കുടുംബത്തിൽ ആരായിട്ടും ഇയാൾക്ക് യാതൊരു ഇഷ്ടമില്ല, യാതൊരു ബന്ധവും? ഫാദർ ആൻഡ് മദർ, വേറെ ആരോടും പ്രശ്നമല്ല. അവർ പറഞ്ഞ കേൾക്കൂല. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും പ്രശ്നം ജോലി സ്ഥലത്തോ മറ്റു സ്ഥലത്തോ എന്തെങ്കിലും? പിന്നെ എന്താ വെച്ചാൽ പുള്ളിന്റെ പ്രശ്നം എന്താണ്? കളവ് നല്ലോണം പറയും. കളവ് പറയൂ. അത് മറച്ച് സമ്മതിച്ചു തരൂല്ല? ഇല്ല ഇല്ല ഇല്ല. വേറെ എന്തെങ്കിലും പോലീസ് കേസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ? ഒന്നുമില്ല. ക്രിമിനൽ മെന്റാലിറ്റി ഒന്നുമില്ല. അപ്പം ഇത്തരം ആളുകൾക്ക് നമ്മളൊരു വ്യക്തിത്വ വൈകല്യം ചിലപ്പം പ്രതീക്ഷിക്കാം. കാരണം ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് കാണത്തില്ല, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്ന് പറയുന്ന അതായത് അവർ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ഇതുപോലുള്ള ദേഷ്യപ്രകടനം, അതുപോലെ കളവ് പറച്ചിൽ, അതുപോലെ അവർ ചില ആളുകളോട് അതായത് കുറച്ച് സുഹൃത്തുക്കളുണ്ടാവും, അവരോട് ഭയങ്കര നല്ല ബന്ധമായിരിക്കും. പക്ഷെ അവർ എന്ത് ചോദിച്ചാൽ ഈ സുഹൃത്തുക്കൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ, അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ചെയ്യാറുമുണ്ട്, ഇവരെ മുതലെടുക്കുന്ന രീതിയിൽ. അപ്പം ഇതിന് ഒരു വൈദ്യസഹായം വേണമെങ്കിൽ തേടാം. നിങ്ങൾക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്യാട്രിസ്റ്റിനെയോ കാണിക്കുക എന്നുള്ളതാണ് കൂടുതൽ രോഗനിർണയത്തിന് കൂടുതൽ. എന്താണ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് കേൾക്കുകൂടി വേണം. ഇപ്പം ചില ആളുകൾ പുള്ളിക്ക് എന്താ പറയുക, പുള്ളിക്ക് ഒരു 7 വയസ്സായ സമയത്ത് പുള്ളിക്ക് ഒരു ഫിൽസ് വന്നു. അങ്ങനെ വണ്ടൂർ ഹോസ്പിറ്റലിൽ, മഞ്ചേരി വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് മഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് ഈ 50 വയസ്സിന് മേലേക്കുള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട ഇൻജക്ഷൻ ചെയ്തു. അങ്ങനെ കുട്ടി പറ്റ അവസരമായി. അങ്ങനെ കോയമ്പത്തൂരും മഞ്ചേരി അൻസാരി ഡോക്ടർ ഉണ്ടായിരുന്നു ഗവൺമെന്റിൽ, അയാളൊക്കെ കാണിച്ചു. അങ്ങനെ ഇയാള് പിന്നെ അങ്ങനെ തുടർന്ന് പോകുന്നു. ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇയാൾ ശരിയാവെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഇതാണ് കണ്ടീഷൻ. ഇപ്പൊ അപസ്മാര രോഗം ഉണ്ടോ? ഇല്ല. ഓക്കെ.
അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക, അവരെ കൊണ്ടുപോവുക, അവരുടെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ദേശീയപ്രകടനത്തിനുള്ള അവരുടെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവർക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതിനൊരു നല്ല നിങ്ങളുടെ അടുത്തുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെയോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കാണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യും. ഓക്കെ. യെസ് ഡോക്ടർ, മറ്റൊരു കോളർ കൂടി ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൃഷ്ണകുമാറാണ് വിളിക്കുന്നത്. കൃഷ്ണകുമാർ, സംസാരിക്കാം. ഹലോ, തിരുവനന്തപുരത്ത് നിന്ന് കൃഷ്ണകുമാറാണ് സംസാരിക്കുന്നത്. എന്റെ മോന് പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് മുൻകോപം വരികയും എടുത്തയാട്ടം കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ചെറിയൊരു ഷോക്ക് കൂടെ അവന് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ചില സമയത്ത് കുറച്ച് ഒരു വയലന്റ് ആവുന്നതോ അക്രമ രീതിയിലുള്ള ഒരു സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഇതിലൂടെ സൈക്കാട്രിസ്റ്റിനെ ഭേദപ്പെടുത്താൻ സാധിക്കും. എത്ര വയസ്സാണ് മോന്? എത്ര വയസ്സാണ് മോന്? ഇപ്പൊ 23 വയസ്സുണ്ട്. 23 വയസ്സുണ്ട്. മറ്റു ലഹരി ഉപയോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അപ്പം? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ മുൻകോപം കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കുറ്റബോധം വരാറുണ്ടോ? അതായത് ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യേണ്ടില്ലായിരുന്നു, അങ്ങനെയുള്ള കുറ്റബോധം പ്രകടിപ്പിക്കും? അങ്ങനെ ചെറിയ രീതിയിൽ വരാറുണ്ട്. ഓക്കെ. അപ്പം അദ്ദേഹത്തിന് ദേഷ്യപ്രകടനം നടത്തുന്നതിലുണ്ടാകുന്ന നിയന്ത്രണത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാവാം. അതെ പെട്ടെന്ന് ചെറിയൊരു ഷോക്ക് കൂടെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ. അത് പെട്ടെന്ന് വയലന്റ് ആവുക, അല്ലെങ്കിൽ ഭയങ്കര കടന്ന് പ്രവർത്തിക്കുക, ആക്രോശിക്കുക, വീട്ടിലെ സാധനങ്ങൾ കേടുവരുത്തുക, അക്രമ സ്വഭാവം കാണിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പം ഒരു സൈലന്റ് ആവുമ്പോൾ ഒരു ചെറിയൊരു പശ്ചാത്താപം പോലൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. ശരി. ഓക്കെ. അപ്പോൾ അത് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് വിളിക്കുന്നത്, അതായത് ഇന്റർമീഡിയറ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ എന്നൊക്കെ വിളിക്കുന്ന ചില വിഭാഗം രോഗങ്ങളുണ്ട്. അല്ലെങ്കിൽ രോഗങ്ങളല്ല, ചില അവസ്ഥകളാണ്. അതാവാം ചിലപ്പോൾ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുടെ ലക്ഷണങ്ങളാവാം. അത് എന്താണെന്നുള്ളത് അവർക്കൊരു സഹായം ചിലപ്പോൾ അവർക്ക് തന്നെ വേണ്ടി വരും. അവർക്ക് തന്നെ അറിയാം, ഞാൻ ദേഷ്യം പിടിക്കുന്നുണ്ട്, അത് ചിലപ്പോൾ ഒരു പരിധിയിൽ കഴിയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഇത്തരം ദേഷ്യപ്രകടനം എന്നുള്ളത് അവർക്ക് തന്നെ അറിയുമെങ്കിൽ അവരെ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി, 23 വയസ്സായ ഒരു ആളായതുകൊണ്ട് നമുക്ക് അവരോട് തന്നെ സംസാരിച്ച് അല്ലെങ്കിൽ ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കാം. ഇതൊക്കെ നിയന്ത്രണ വിധേയമാക്കാനാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ജോലിയെ അല്ലെങ്കിൽ കുടുംബജീവിതത്തെ ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് നല്ലൊരു ബന്ധം ഇയാളായിട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇയാളെ സമ്മതത്തോടു കൂടി ഒരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. യെസ്. ഓക്കെ ഡോക്ടർ, നമുക്ക് നിരവധി കോളേഴ്സ് ഉണ്ട്. എനിക്ക് തന്നെ ഒരുപാട് സംശയങ്ങൾ ഡോക്ടറെ അടുത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ട്. കോൾ സെന്ററിലേക്ക് ഒരിക്കൽ കൂടി പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഡോക്ടർ, നമുക്ക് ഒരുപാട് കോളേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ചോദിച്ച അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ച എല്ലാവരും അതീവ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും നമുക്കൊരു കോളറുണ്ട്. മുസ്തഫ വില്യാപ്പിള്ളി ആണ് വിളിക്കുന്നത്. മുസ്തഫ, എന്താണ് സംശയം എന്നുള്ളത് ഡോക്ടറോട് ചോദിക്കാം. ചോദിച്ചോളൂ മുസ്തഫ. ഹലോ, ചോദിച്ചോളൂ. ഞാൻ ഡോക്ടർ, ഞാൻ OCD ട്രീറ്റ്മെന്റ് എടുത്തിരുന്നത് 5-8 വർഷമായി. ഓക്കെ. അതില് സിസോപ്പിനുള്ള ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട്. അത് OCD കൂട്ടുക. ഏതാണ്? മനസ്സിലായില്ല, കേട്ടില്ല. സിസോപ്പിനോ? അത് OCD കൂട്ടുക. അതെന്തിനാ ആ മരുന്ന് നിങ്ങൾ എന്തിനാ എടുക്കുന്നത്? OCDക്ക് വേണ്ടിട്ട് ഡോക്ടർ. സിസോപ്പിന്നുള്ള ഗുളിക ചിലപ്പോൾ OCD കൂട്ടുന്നത് കാണാറുണ്ട്. അങ്ങനെ ചോദിക്കാൻ കാരണം നിങ്ങൾക്കത് കൂടിയിട്ടുണ്ടോ അത് കഴിച്ചിട്ട്? അത് കഴിച്ച് നോക്കുമ്പോ ഉറക്കം തന്നെ ഉണ്ട്, പക്ഷേ ഈ ഒരേ ചിന്ത തന്നെ. ഓക്കെ. സിസോപ്പിൻ ചിലപ്പോൾ ചില ആളുകളിൽ OCD കൂട്ടാറുണ്ട്. പക്ഷേ സിസോപ്പിൻ കൊടുക്കുന്നത് മിക്കവാറും അതിനേക്കാൾ ഗൗരവമുള്ള ചില കാര്യങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഏത് ഡോക്ടറാണോ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളത് ആ ഡോക്ടറോട് തന്നെ ചോദിക്കുക, എന്തിനാണ് എനിക്ക് ഈ ഒരു മരുന്ന് തന്നിട്ടുള്ളത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് ഞാൻ നിർത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ തുടരേണ്ടതുണ്ടോ എന്നുള്ളത് ആ എഴുതി തന്ന ഡോക്ടറോട് തന്നെ നിങ്ങൾ ചോദിക്കേണ്ടതാണ്. കാരണം അത് ഓക്കെ. യെസ്. ഒരു കോളർ കൂടിയുണ്ട്. അമൃതയാണ്, കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അമൃത, എന്താണ് സംശയം?
ഡോക്ടർ, ഞാൻ എൻ്റെ ഒരു ബ്രദറിന് വേണ്ടി വിളിക്കുന്നതാണേ. ഓക്കെ. അവൻ ഡിഗ്രി ചെയ്യാണ്. ഭയങ്കര ദേഷ്യമാണ് ഡോക്ടർ. ആ ദേഷ്യം വരുന്ന സമയത്ത് അവൻ എന്താണോ ചെയ്യുന്നത്, അവന്റെ കൈ കിട്ടിയതൊക്കെ നശിപ്പിക്കുക, ആൾക്കാരെ ഉപദ്രവിക്കുക, അങ്ങനൊരു സ്വഭാവമാണ്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് കുഴപ്പമില്ല. പിന്നെ അവൻ എൻ്റർലി വേറൊരു പേഴ്സൺ ആണ്. ഇത് ശരിക്കും പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ, അല്ല അവന് മെന്റലി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണോ? ഇതിന് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ, ഇത്തരം ഒരു സ്വഭാവ പ്രകടനം പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു പേഴ്സണാലിറ്റി ട്രെയിറ്റ് ആവാം. ഇതിന്റെ ഒരു ലക്ഷണങ്ങളും അവൻ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, അമ്മയാണോ അച്ഛനാണോ എന്നൊന്നും നോക്കില്ല. അവന്റെ ഫ്രണ്ടിൽ ആരാണെന്ന് നോക്കില്ല, അവനെക്കാളും മൂത്തതാണോ എന്ന് നോക്കില്ല. അങ്ങനൊരു സ്വഭാവമാണ്. അതെ 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 ഓക്കെ. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു സ്വന്തം വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ദേഷ്യം വരുമ്പോൾ എല്ലാം അറിഞ്ഞു പൊട്ടിക്കുക, എല്ലാം തകർക്കുക, അതുപോലെ ദേഷ്യം ഏത് സ്ഥലത്താണ് സാഹചര്യബോധമില്ലാതെ ദേഷ്യം പ്രകടിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു മാനസിക രോഗ ലക്ഷണമാണ്. അത് രോഗമാണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആ രോഗിയെ നേരിട്ട് കണ്ട് വിശദമായി കൗൺസിലിങ്ങിനൊക്കെ പരമാവധി അവനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഡോക്ടർ. പക്ഷെ അവൻ വരുന്നില്ല. അവന് ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. ആ ഒരു വാശിയിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് അവനെ മാറ്റിയെടുക്കുക? കൂടുതലും എന്താ സംഭവിക്കുക വെച്ചാൽ ഇത്തരം ആളുകളെ നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്ക് വരിക. അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇവരോട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുകയും അവരായിട്ട് നമ്മൾ നല്ലൊരു ബന്ധം നിലനിർത്തുകയും സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ പരിഹരിക്കാൻ നോക്കുമ്പോഴാണ് കൂടുതൽ ഇവർ സമ്മതിക്കാതെ വരുന്നത്. അതിനുശേഷം ഇവർ നല്ല കൂളായി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ സംഭവത്തിന് ശേഷം അവർക്ക് കുറ്റബോധം വരുമ്പോഴോ ഞാനും വരാം നിൻ്റെ കൂടെ, നമുക്കൊരു സൈക്കോളജിസ്റ്റിനെയോ ഒരു മാനസിക വിദഗ്ധനെയോ സൈക്യാട്രിസ്റ്റിനെയോ പോയി കാണാം, നമുക്ക് എന്നിട്ട് നോക്കാം എന്താണെന്നുള്ളത്. നീ ആദ്യം തന്നെ മരുന്ന് കഴിക്കാമെന്നൊന്നും നമ്മൾ പറയുന്നതിന് പകരം നമുക്ക് പോയി നോക്കാം എന്താണ്, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരാമെന്നുള്ള നല്ലൊരു ബന്ധം നിലനിർത്തിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം കൂടുതൽ സമയത്തും ഇവരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ഇവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ, ഈ സ്റ്റിഗ്മ, അപകർഷതാബോധം കൂടുതലുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചികിത്സ തേടാൻ അവർ വിരക്തി കാണിക്കുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പം നിങ്ങൾ അവരായിട്ട് നല്ല ബന്ധം നിലനിർത്തുക. ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് തോന്നാം എനിക്ക് ഒരു ഡോക്ടറെ സഹായം വേണം. അപ്പോൾ അത് ചോദിക്കാൻ ഒരാൾ വേണം എന്നുള്ളതാണ്. ചേച്ചി എനിക്ക് ഒരു ഡോക്ടറെ കാണണം, ചേച്ചി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് ഇവർക്ക് വേണ്ടിയുള്ള സഹായം. അത് ചിലപ്പോൾ ഇന്ന് തന്നെ നടന്നോളണമെന്നില്ല. ചിലപ്പോൾ അത് ഒരു കൊല്ലത്തിന് ശേഷമായിരിക്കും, ചിലപ്പോൾ 2 കൊല്ലത്തിന് ശേഷമായിരിക്കും. പക്ഷേ ആ സഹായം ആ വ്യക്തി എന്ന് ചോദിക്കുന്നോ ആ സമയത്ത് കൊടുക്കുന്ന ചികിത്സയായിരിക്കും ഏറ്റവും ഒരു നല്ല ചികിത്സ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. യെസ് ഡോക്ടർ, ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്, സംശയങ്ങളും. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അറിയേണ്ടത്, ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ചികിത്സ തേടുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് ഏറ്റവും ഭയപ്പാടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം ഏതൊരു ഘട്ടത്തിലാണ് നമ്മളൊരു വൈദ്യസഹായം തേടേണ്ടത്? ഒപ്പം തന്നെ അത്തരത്തിൽ നമ്മൾ ഒരിക്കൽ ഒരു ഡോക്ടറുടെ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ അത് എക്കാലത്തേക്ക് നമുക്ക് നമ്മളുടെ ഈ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ അത് മാറ്റാൻ സാധിക്കുമോ? പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാഖകൾ നമ്മൾ പറഞ്ഞു കൗമാരപ്രായത്തിൽ ഉടലെടുക്കുന്നുള്ളത്. അപ്പം ഇത് വന്നതിന് ശേഷം ഇത് ചികിത്സിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അവരുടെ സ്വഭാവത്തെ മൊത്തം നമ്മൾ മാറ്റി എഴുതുക എന്നുള്ളത് നമുക്ക് നടക്കുന്ന കാര്യമല്ല. പക്ഷേ അവരുടെ പ്രശ്ന സ്വഭാവത്തെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളത്, അതായത് അവരുടെ പ്രശ്നമായിട്ടുള്ള ചില വികാര പ്രകടനത്തെ, പ്രശ്നമായിട്ടുള്ള അവരുടെ ചിന്തയെ, അതിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി അവർക്ക് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പീസ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ ചില സൂയിസൈഡൽ അറ്റംപ്റ്റ്, അതായത് ആത്മഹത്യാ ശ്രമങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ചില പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ കാണിക്കും. അപ്പോൾ അതിനൊക്കെയുള്ള ചികിത്സയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളെ പൊളിച്ചെഴുതി വേറൊരാളാക്കുക എന്നുള്ളത് പ്രാവർത്തികമായ ഒരു കാര്യമല്ല നമ്മുടെ കണ്ടീഷനിൽ. പക്ഷേ അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക, അയാൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, സ്വന്തം പ്രശ്നങ്ങളിൽ, സ്വന്തം ചിന്തയിൽ, സ്വന്തം സ്വഭാവ പ്രകടനത്തിൽ എന്തൊക്കെ മാറ്റം വരുത്താം, എന്തൊക്കെ സ്വഭാവങ്ങൾ ഞാൻ പ്രകടിപ്പിക്കുമ്പോഴാണ് എൻ്റെ വ്യക്തി ജീവിതത്തെയും എൻ്റെ കുടുംബജീവിതത്തെയും എൻ്റെ പഠനത്തെയും എൻ്റെ ജോലിയെയും അത് ബാധിക്കുന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്ക് അത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ ഇത്തരം ആളുകൾക്ക് ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണപ്പെടുക. ഓക്കെ ഡോക്ടർ, എന്തായാലും നമുക്ക് സമയപരിമിതിയുണ്ട്, അപ്പോൾ ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഒരുപാട് നന്ദി മീഡിയ വണിനൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. നമ്മൾ ഇന്ന് കോൾ സെൻറ്ററിൽ സംസാരിച്ചത് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ വസീൽ മുണ്ടോളിയാണ്. നമ്മുടെ കോൾ സെൻറ്ററിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.